നമസ്കാരം. കേരള വിഷൻ ടൈം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്ത. സംസ്ഥാനത്ത് സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങളാണ് സർക്കാർ നടത്തിവരുന്നതെന്ന് മന്ത്രി സജി ചെറിയാൻ. കേരളത്തിന്റെ ചരിത്രത്തിൽ ഇത്രയേറെ വികസന പ്രവർത്തനങ്ങൾ നടത്തിയ മറ്റൊരു സർക്കാർ ഉണ്ടായിട്ടില്ലെന്നും സജി ചെറിയാൻ. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികം UDF കരിദിനം ആചരിച്ചു. ദിനാചരണത്തിന്റെ ഭാഗമായി വിവിധ സ്ഥലങ്ങളിൽ പ്രകടനവും സമ്മേളനവും നടത്തി. സംസ്ഥാന സർക്കാരിന്റെ വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായ മൈക്രോ തൊഴിൽ മേള മെയ് 31 ചേർത്തലയിൽ. തൊഴിൽ മേളയുടെ നടത്തിപ്പിനായി സംഘാടക സമിതി രൂപീകരിച്ചു. വിജ്ഞാന കേരളം പദ്ധതിയുടെ മുഖ്യ ഉപദേഷ്ടാവ് ഡോക്ടർ തോമസ് ഐസക്കിന്റെ സാന്നിധ്യത്തിലായിരുന്നു സംഘാടക സമിതി രൂപീകരിച്ചത്. തീരദേശ ഹൈവേ സ്ഥലമെടുപ്പിൽ മത്സ്യമേഖലയ്ക്ക് പ്രത്യേക പരിഗണന നൽകുമെന്ന് നിയമസഭാ സമിതി. വേമ്പനാട്ട് കായൽ പാക്കേജ് നടപ്പാക്കാനും തീരുമാനം. ജില്ലയിലെ വിവിധ മത്സ്യമേഖലയിലും സമിതി സന്ദർശനം നടത്തി. ആലപ്പുഴ എടത്വയിൽ വാഹനാപകടം. മീൻ കയറ്റി വന്ന ടെമ്പോ ഇടിച്ച് സ്കൂട്ടർ യാത്രക്കാരനായ യുവാവിന് ദാരുണാന്ത്യം. എടത്വ സ്വദേശി 19 വയസ്സുള്ള രോഹിത് സജീവാണ് മരിച്ചത്. പ്രണയം നടിച്ചു വിളിച്ചു വരുത്തിയ ശേഷം യുവാവിനെ ആക്രമിച്ച് കവർച്ച നടത്തിയ കേസിൽ പ്രതികൾ പോലീസ് പിടിയിലായി. എഴുപുന സ്വദേശി നിതിൻ, നിതിൻ്റെ ഭാര്യ അനാമിക, നിതിൻ്റെ സുഹൃത്ത് സുനിൽകുമാർ എന്നിവരാണ് കുത്തിയതോട് പോലീസിൻ്റെ പിടിയിലായത്. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങളാണ് സർക്കാർ നടത്തിവരുന്നതെന്ന് മന്ത്രി സജി ചെറിയാൻ. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇത്രയേറെ വികസന പ്രവർത്തനങ്ങൾ നടത്തിയ മറ്റൊരു സർക്കാർ ഉണ്ടായിട്ടില്ലെന്നും സജി ചെറിയാൻ പറഞ്ഞു. ലൈഫ് മിഷൻ വഴിയും മത്സ്യത്തൊഴിലാളിക്ക് പുനർലേഖം വഴിയും പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന് അംബേദ്കർ പ്രോജക്റ്റ് വഴിയും ഏറ്റവും കുറഞ്ഞത് കേരളത്തിൽ ഈ ഗവൺമെൻറ് കാലാവധി കഴിയുമ്പോൾ 6.5 ലക്ഷം വീട് പണി. ഞാനിപ്പോൾ തൊട്ടപ്പുറത്ത് സൈറസിൻ്റെ പഞ്ചായത്ത് ഞങ്ങൾ കൊണ്ടുപോയി. അവിടെയും വളരെ കുറച്ച് വീട് പണിയാണ്. അപ്പം നമ്മുടെ ജില്ലയിൽ കേരളത്തിൽ സമ്പൂർണ്ണ പാർപ്പിട പദ്ധതി നടപ്പാക്കുന്ന സംസ്ഥാനമായി കേരളം മാറുന്നു. ഇതാണ് ഗവൺമെൻറ് നേട്ടം. ഇതൊരു മാർക്കറ്റാണല്ലോ. നോക്കൂ, കഴിഞ്ഞ 2016 ശേഷമാണ് കേരളത്തിൽ ഈ മാർക്കറ്റ് നവീകരണ എന്ന പദ്ധതി വരുന്നത്. 64 മാർക്കറ്റാണ് ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് നേരിട്ട് കേരളത്തിൽ നിർമ്മിക്കുന്നത്. 64 മാർക്കറ്റ്, ഏതാണ്ട് 164 കോടി രൂപയാണ് ചെലവഴിക്കുന്നത്. ഇപ്പോ സംസ്ഥാനവും കേന്ദ്രവും കൂടെ ചേർന്ന് 2 വലിയ മാർക്കറ്റ് ആലുവയിലും കോഴിക്കോട് നിർമ്മിക്കുക. ആലുവ മാർക്കറ്റ് തറക്കല്ലടി അടുത്ത ദിവസം മുഖ്യം നിർവഹിക്കാൻ പോവാണ്. ലൈഫ് മിഷൻ വഴി 4,64,000 വീടുകളുടെ നിർമ്മാണം സംസ്ഥാനത്ത് പൂർത്തിയായെന്നും നിലവിൽ 1 ലക്ഷം വീടുകളുടെ നിർമ്മാണം അതിവേഗം പുരോഗമിക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു. കേരളത്തിൽ സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. കേരളത്തിന്റെ ചരിത്രത്തിൽ ഇത്രയും വലിയ വികസനം നടപ്പാക്കിയ മറ്റൊരു സർക്കാർ ഉണ്ടായിട്ടില്ലെന്നും സജി ചെറിയാൻ കൂട്ടിച്ചേർത്തു. പൈക്കാരൻ ആദംകുട്ടി മെമ്മോറിയൽ പബ്ലിക് മാർക്കറ്റ്, ടേക്ക് എ ബ്രേക്ക് ശ്മശാനം, ഗവൺമെന്റ് CYMA UPS ആധുനിക സ്കൂൾ കെട്ടിടം, വനിതകളുടെ ഫിറ്റ്നസ് സെന്റർ, അംഗനവാടികൾക്കുള്ള AC വിതരണം തുടങ്ങിയവയാണ് മന്ത്രി ഉദ്ഘാടനം ചെയ്തത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ശാക്തീകരണം സംസ്ഥാന സർക്കാരിന്റെ പരമപ്രധാനമായ ലക്ഷ്യമാണെന്നും മന്ത്രി പറഞ്ഞു. എച്ചലാം MLA അധ്യക്ഷനായി. പുന്നപ്ര തെക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PG സൈറസ്, വൈസ് പ്രസിഡന്റ് സുധർമ്മ ഭുവനചന്ദ്രൻ, ജില്ലാ പഞ്ചായത്ത് അംഗം ഗീതാ ബാബു, ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ PP ആന്റണി, NK ബിജുമോൻ, സുലഭ ഷാജി, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ M ഷീജ, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി RR സൗമ്യ റാണി, മറ്റ് ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ടൈം ന്യൂസ്, ആലപ്പുഴ. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികം UDF കരിദിനമായി ആചരിച്ചു. ദിനാചരണത്തിന്റെ ഭാഗമായി നാടകവും പ്രകടനവും സമ്മേളനവും സംഘടിപ്പിച്ചു. ഇടതുപക്ഷ സർക്കാരിന്റെ 4ാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച UDF സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശാനുസരണം UDF ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആലപ്പുഴയിൽ പ്രതിഷേധ പ്രകടനവും സമ്മേളനവും നടത്തി. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് B ബാബു പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. UDF ജില്ലാ ചെയർമാൻ അഡ്വക്കേറ്റ് CK ഷാജി മോഹൻ അധ്യക്ഷത വഹിച്ചു. KPCC ജനറൽ സെക്രട്ടറി A ഷുക്കൂർ, MJ ജോബ്, കമാൽ M മക്കീൽ, AN പുരം ശിവകുമാർ, R ഉണ്ണികൃഷ്ണൻ, തോമസ് ടുള്ളിക്കൻ, B ബൈജു, അഡ്വക്കേറ്റ് സനൽകുമാർ, കളത്തിൽ വിജയൻ, P തമ്പി, AA റസാഖ്, G സജീവ് ഭട്ട്, മുരളി പെരിയത്ത് എന്നിവർ സംസാരിച്ചു. UDF ചേർത്തല നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കരിദിനാചരണം സംഘടിപ്പിച്ചു.
ചേർത്തല നഗരത്തിൽ നടത്തിയ പ്രതിഷേധ പ്രകടനത്തിന് ശേഷം പ്രതിഷേധ സമ്മേളനവും നടന്നു. UDF ചേർത്തല നിയോജക മണ്ഡലം ചെയർമാൻ T. സുബ്രഹ്മണ്യദാസ് ഉദ്ഘാടനം ചെയ്തു. UDF കൺവീനർ VP സുന്ദരൻ, KR രാജേന്ദ്രപ്രസാദ്, KC ആന്റണി, TS രഘുവരൻ, സിറിയക്കാവിൽ ജബ്ബാർ, P. ജയകുമാർ, പീതാംബരൻ, R. ശശിധരൻ, CV തോമസ്, VN അജയൻ, KS അഷ്റഫ്, പുഷ്പാങ്കദൻ എന്നിവർ സംസാരിച്ചു. സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ള വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായ മൈക്രോ തൊഴിൽമേള മെയ് 31 ചേർത്തലയിൽ നടക്കും. തൊഴിൽമേളയുടെ വിജയത്തിനായി വിപുലമായ സംഘാടക സമിതി രൂപീകരിച്ചു. വിജ്ഞാന കേരളം പദ്ധതിയുടെ മുഖ്യ ഉപദേഷ്ടാവ് മുൻ ധനകാര്യമന്ത്രിയുമായ ഡോക്ടർ തോമസ് ഐസക്കിൻ്റെ സാന്നിധ്യത്തിലാണ് സംഘാടക സമിതി രൂപീകരിച്ചത്. സംസ്ഥാന സർക്കാരിന്റെ വിജ്ഞാനം കേരളം പദ്ധതിയുടെ ഭാഗമായി മൈക്രോ തൊഴിൽമേള മെയ് 31 ചേർത്തലയിൽ നടക്കും. ജില്ലാ തലത്തിൽ നടന്ന മെഗാ തൊഴിൽമേളകളുടെ തുടർച്ചയാണ് മൈക്രോ തൊഴിൽമേള. കൂടുതൽ ആളുകൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ ലഭ്യമാക്കുന്നതിനാണ് പ്രാദേശികമായി മൈക്രോ തൊഴിൽമേളകൾ തുടങ്ങുന്നത്. തെക്കാട്ടുശ്ശേരി, പട്ടണക്കാട് എന്നീ ബ്ലോക്കുകളും ചേർത്തല നഗരസഭയും ചേർന്നുള്ള ക്ലസ്റ്ററിലാണ് മൈക്രോ തൊഴിൽമേള സംഘടിപ്പിക്കുന്നത്. സംഘാടന പ്രവർത്തനങ്ങളുടെ ഭാഗമായി ചേർത്തല നഗരസഭ ടൗൺ ഹാളിൽ ചേർന്ന സംഘാടക സമിതി രൂപീകരണ യോഗം വിജ്ഞാന കേരളം മുഖ്യ ഉപദേഷ്ടാവ് ഡോക്ടർ TM തോമസ് ഐസക് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി, നഗരസഭാ ചെയർപേഴ്സൺ ഷേർലി ഭാർഗവൻ, പട്ടണക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മേരി ടെൽഷ്യ, തെക്കാട്ടുശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രജിത ടീച്ചർ, മുൻ MP അഡ്വക്കേറ്റ് AM ആരിഫ്, ജില്ലാ പഞ്ചായത്ത് അംഗം R. റിയാസ്, വിജ്ഞാന കേരളം ജില്ലാ കോർഡിനേറ്റർ CK ഷിബു, മാനേജർ ഡാനി വർഗീസ്, B. വിനോദ്, അനൂപ് ചാക്കോ, മറ്റ് ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, സാമൂഹിക രാഷ്ട്രീയ നേതാക്കൾ എന്നിവർ പങ്കെടുത്തു. സംസ്ഥാനത്താദ്യമായിട്ട് വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായിട്ട് വിജ്ഞാന ആലപ്പുഴ എന്ന പദ്ധതി നടപ്പിലാക്കുവാനായിട്ട് നമ്മുടെ ജില്ലയ്ക്ക് കഴിഞ്ഞു. ഒരുപക്ഷെ അങ്ങനെ തുടങ്ങുമ്പോൾ ഞങ്ങളിലെല്ലാം വലിയ ആശങ്കകളുണ്ടായിരുന്നു. പക്ഷേ ആ ആശങ്കകളെല്ലാം ദൂരീകരിച്ചുകൊണ്ട് ബഹുമാനനായിട്ടുള്ള ഡോക്ടർ തോമസ് ഐസക് സാർ ഞങ്ങളോടൊപ്പം രാവും പകലും എല്ലാം ഞങ്ങളോടൊപ്പം നിൽക്കുകയും അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ ഉദ്യോഗസ്ഥന്മാരും ഞങ്ങളോടൊപ്പം നിന്നതിൻ്റെ ഭാഗമായിട്ട് വിജ്ഞാന ആലപ്പുഴ നല്ലൊരു വിജയമാക്കുവാനായിട്ട് നമുക്ക് കഴിഞ്ഞു. വിജ്ഞാന ആലപ്പുഴയുടെ ഭാഗമായിട്ട് ധാരാളം മിനി ജോബ് ഫെയർ എല്ലാം നടത്തിയിട്ടാണ് മെഗാ ജോബ് ഫെയറിലേക്ക് നമ്മൾ വന്നത്. ഏകദേശം 11,000-ൽ പരം അഭ്യസ്തവിദ്യരായിട്ടുള്ള ആളുകളാണ് ആ ജോബ് ഫെയറിൽ പങ്കെടുത്തത്. അവിടെ വളരെ സന്തോഷം തോന്നിയത് അതിൽ 3,000-ൽ പരം ആളുകൾക്ക് നമുക്ക് ജോലി കൊടുക്കാൻ കഴിയും. സംഘാടക സമിതിയുടെ നേതൃത്വത്തിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ ഉൾപ്പെടുത്തിയ നോട്ടീസ് തയ്യാറാക്കി വാർഡ് തലത്തിൽ പ്രചരിപ്പിക്കും. നവമാധ്യമങ്ങളിലൂടെയും പ്രചരണം നടത്തും. തുടർന്ന് തൊഴിലന്വേഷകരുടെ ലിസ്റ്റ് തയ്യാറാക്കും. DWMS പോർട്ടൽ വഴി രജിസ്റ്റർ ചെയ്തവരെയും ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തും. ഇങ്ങനെ ലിസ്റ്റ് ചെയ്യപ്പെട്ട തൊഴിലന്വേഷകർക്കായി ബ്ലോക്ക് നഗരസഭാ തലത്തിൽ മോക്ക് ഇന്റർവ്യൂ നടത്തും. ഇന്റർവ്യൂവിൽ പങ്കെടുക്കുന്നതിനുള്ള പരിശീലനം നൽകുകയാണ് ഇതുവഴി ലക്ഷ്യമിടുന്നത്. ഓൺലൈനായിട്ടാണ് ജോബ് ഫെസ്റ്റിൽ രജിസ്ട്രേഷൻ നടത്താൻ കഴിയുക. ചേർത്തല നഗരസഭ, തെക്കാട്ടുശ്ശേരി, പട്ടണക്കാട് ബ്ലോക്ക് പരിധിയിലുള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക. അതത് തദ്ദേശ സ്ഥാപനങ്ങളിലെ ജോബ് സ്റ്റേഷൻ വഴിയും രജിസ്റ്റർ ചെയ്യാം. മൈക്രോ തൊഴിൽമേളയിൽ 20 സ്ഥാപനങ്ങൾ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. 2000 പേർക്ക് തൊഴിലവസരങ്ങൾ ഉറപ്പാക്കാൻ കഴിയും. ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്നവർക്കായി പ്രത്യേക പരിശീലന പരിപാടിയും വിജ്ഞാന കേരളയുടെ ഭാഗമായി നടത്തും. മെയ് 31 രാവിലെ 10 മുതൽ ചേർത്തല ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് മൈക്രോ തൊഴിൽമേള നടക്കുന്നത്. ടൈം ന്യൂസ്, ചേർത്തല. തീരദേശ ഹൈവേയുടെ സ്ഥലമെടുപ്പിൽ മത്സ്യമേഖലയ്ക്ക് പ്രത്യേക പരിഗണന നൽകുമെന്ന് നിയമസഭാ സമിതി. വേമ്പനാട്ട് കായൽ പാക്കേജ് നടപ്പാക്കുമെന്നും സമിതി. ജില്ലയിലെ മത്സ്യമേഖലകളിൽ നിയമസഭാ സമിതി സന്ദർശനം നടത്തി. തീരദേശ ഹൈവേ സ്ഥലമെടുപ്പിൽ മത്സ്യമേഖലയുടെ പിന്നോക്കാവസ്ഥ പരിഗണിച്ച് പ്രത്യേക പരിഗണന നൽകുമെന്നും വേമ്പനാട്ട് കായൽ പാക്കേജ് നടപ്പാക്കുമെന്നും നിയമസഭാ സമിതി. ആലപ്പുഴ കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ മത്സ്യത്തൊഴിലാളികളുടെയും അനുബന്ധ തൊഴിലാളികളുടെയും ക്ഷേമം സംബന്ധിച്ച നിയമസഭാ സമിതി സിറ്റിംഗിൽ സംസാരിക്കുകയായിരുന്നു സമിതി ചെയർമാൻ PP ചിത്തരഞ്ജൻ MLA. സമിതി അംഗമായ NK അക്ബറും പങ്കെടുത്തു. വേമ്പനാട്ട് കായൽ പുനരുജ്ജീവനവുമായി ബന്ധപ്പെട്ട ജില്ലാ ഭരണകൂടം തയ്യാറാക്കി സർക്കാരിന് സമർപ്പിച്ച റിപ്പോർട്ട് നടപ്പാക്കുന്നത് മത്സ്യത്തൊഴിലാളികളുടെ പ്രായോഗിക ജ്ഞാനം കൂടി പ്രയോജനപ്പെടുത്തിയാകും. തീരദേശ ഹൈവേ സ്ഥലമെടുപ്പ് എല്ലാവരെയും വിശ്വാസത്തിലെടുത്താകും നടപ്പാക്കുക. ന്യായമായ നഷ്ടപരിഹാരം ഉറപ്പാക്കും. ബന്ധപ്പെട്ട രാഷ്ട്രീയ സംഘടനകൾ, ജനപ്രതിനിധികൾ, സാമുദായിക നേതാക്കൾ എന്നിവരുമായി ചർച്ചകൾ നടത്തി അഭിപ്രായങ്ങൾ സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തും. മത്സ്യത്തൊഴിലാളികൾക്ക് വിരമിക്കൽ ആനുകൂല്യങ്ങൾ നൽകണമെന്ന ആവശ്യത്തിൽ ഉദ്യോഗസ്ഥ തലത്തിൽ റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. പീലിംഗ് തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള പഠന സമിതിയിൽ ബന്ധപ്പെട്ട എല്ലാ സംഘടനകളെയും ഉൾപ്പെടുത്തും. സമിതി 3 മാസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കും. തീരദേശ ഹൈവേ സ്ഥലമെടുപ്പുമായി ബന്ധപ്പെട്ട നഷ്ടപരിഹാരമായി ചെറിയ തുകയെ ലഭിക്കൂവെന്ന ആശങ്ക വസ്തുതാപരമല്ലെന്ന് NK അക്ബർ MLA പറഞ്ഞു. സിറ്റിംഗിൽ അനൂപ് ജേക്കബ് MLA ഓൺലൈനായി പങ്കെടുത്തു. കളക്ടർ അലക്സ് വർഗീസ്, ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ രമേശ് ശശിധരൻ, ഫിഷർമെൻ വെൽഫെയർ കമ്മിറ്റി സെക്ഷൻ ഓഫീസർ ജ്യോതിലാൽ, വിവിധ മത്സ്യത്തൊഴിലാളി സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു.
തുടർന്ന് സമിതി അരൂക്കുറ്റി മത്സ്യമാർക്കറ്റ്, പാണാവള്ളി, അരയൻകാവ് ജെട്ടി, മുഹമ്മ പഞ്ചായത്ത് എന്നിവിടങ്ങളിലും സന്ദർശനം നടത്തി. വേമ്പനാട് കായലിൻ്റെ പുനർജീവനം, ആ വേമ്പനാട് കായലിൻ്റെ മലിനീകരണത്തിന് പരിഹാരമുണ്ടാക്കുക, അതോടൊപ്പം തന്നെ വേമ്പനാട് കായലിൽ മത്സ്യബന്ധനം നടത്തുന്ന മത്സ്യത്തൊഴിലാളികൾ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഇപ്പോൾ പോളപ്പായലിൻ്റെ വരവോടുകൂടി മത്സ്യബന്ധനം തന്നെ അസാധ്യമായിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ തീരപ്രദേശത്ത് താമസിക്കുന്ന കുടുംബങ്ങൾ വേലിയേറ്റത്തിൻ്റെ സന്ദർഭത്തിൽ വെള്ളം കയറി, കായൽ വെള്ളം കയറി താമസിക്കുവാൻ പോലും കഴിയാത്ത സാഹചര്യങ്ങൾ ഞങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ആലപ്പുഴ ജില്ലയിൽ ഈ സമിതി സന്ദർശനം നടത്തുമ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷം തോന്നുന്നൊരു കാര്യം, ഈ കാര്യം ജില്ലാ ഭരണകൂടം വളരെ കൃത്യതയോടുകൂടി അഡ്രസ്സ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആലപ്പുഴ ജില്ലാ കളക്ടറിൻ്റെ നേതൃത്വത്തിൽ ഒരു സമിതിക്ക് രൂപം കൊടുത്തു. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ മാലിന്യങ്ങൾ കായലിൽ നിന്നും പരമാവധി ഒഴിവാക്കിക്കാൻ കഴിയുന്നതിൽ, പ്രത്യേകിച്ച് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള വലിയ ജനകീയ പരിപാടിയടക്കം സംഘടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോയി. ടൈം ന്യൂസ് ആലപ്പുഴ. ആലപ്പുഴ എടത്വയിൽ വാഹനാപകടം. മീൻ കയറ്റി വന്ന മിനി ടെമ്പോ ഇടിച്ച് സ്കൂട്ടർ യാത്രക്കാരനായ യുവാവിന് ദാരുണാന്ത്യം. എടത്വ സ്വദേശി 19 വയസ്സുള്ള രോഹിത് സജീവാണ് മരിച്ചത്. എടത്വ ചങ്ങങ്കരി തുണ്ടിയിൽ സജീവിൻ്റെയും പ്രീതയുടെയും മകൻ 19 വയസ്സുള്ള രോഹിത് സജീവാണ് മരിച്ചത്. ചൊവ്വാഴ്ച രാവിലെ 8:30 അമ്പലപ്പുഴ തിരുവല്ല സംസ്ഥാന പാതയിൽ വെട്ടുതോട് SNDP കുട്ടനാട് സൗത്ത് യൂണിയൻ ഓഫീസിന് സമീപത്ത് വെച്ചാണ് അപകടം. അമ്പലപ്പുഴയിൽ നിന്നും മീൻ കയറ്റി വന്ന മിനി ടെമ്പോ മറ്റൊരു സ്കൂട്ടറിനെ മറികടക്കുന്നതിനിടെ നിയന്ത്രണം വിട്ട് രോഹിത് സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറിൽ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ യുവാവ് തൽക്ഷണം മരിച്ചു. സ്കൂട്ടർ പൂർണ്ണമായും തകർന്നു. തിരുവല്ല ബിലിവേഴ്സ് സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഹോസ്പിറ്റൽ ട്രെയിനിങ് നടത്തിവരികയായിരുന്നു രോഹിത്. ടെമ്പോ മറികടക്കുന്നതിനിടെ തട്ടി വീണ സ്കൂട്ടർ യാത്രക്കാരൻ കുന്നുമ്മ സ്വദേശി സിജിക്കും പരിക്കേറ്റിട്ടുണ്ട്. എടത്വ പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ടൈം ന്യൂസ് ആലപ്പുഴ. മറ്റൊരു വാർത്ത. ദേശീയപാത നിർമ്മാണത്തിനായി കൊണ്ടുവന്ന കമ്പി മോഷണം. 4 അന്യസംസ്ഥാന തൊഴിലാളികൾ അറസ്റ്റിൽ. ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട ചേർത്തല നഗരത്തിൽ ഹൈവേ പാലം വർക്ക് സൈറ്റിൽ സൂക്ഷിച്ചിരുന്ന 200 കിലോയോളം കമ്പി മോഷണം ചെയ്തതുമായി ബന്ധപ്പെട്ട 4 പേർ അറസ്റ്റിലായി. ഡൽഹി സ്വദേശികളായ അഷ്റഫ് ഖാൻ, മുഹമ്മദ് ഫിറോസ്, സമീർ, റഹീസ് എന്നിവരെയാണ് ചേർത്തല പോലീസ് അറസ്റ്റ് ചെയ്തത്. ചേർത്തല വല്ലയിൽ ഷാപ്പിന് സമീപം വീട് വാടകയ്ക്കെടുത്ത് താമസിച്ചു വരികയായിരുന്നു ഇവർ. പകൽ സമയങ്ങളിൽ ആക്രി സാധനങ്ങൾ പെറുക്കുന്നതിനായി മുച്ചക്ര സൈക്കിളിൽ കറങ്ങി നടക്കുന്ന ഇവർ രാത്രി ആളില്ലാത്ത സ്ഥലങ്ങളിൽ നിന്നും സാധനങ്ങൾ മോഷ്ടിക്കുകയാണ് പതിവ്. മോഷണം നടത്തിയ സാധനങ്ങൾ താമസ സ്ഥലത്തിന് സമീപത്തെ കുളത്തിൽ നിന്നും പോലീസ് കണ്ടെടുത്തു. ചേർത്തല പോലീസ് സ്റ്റേഷൻ SHO G അരുണിന്റെ നേതൃത്വത്തിൽ SIമാരായ സുരേഷ് S, അനിൽകുമാർ, KP ആദർശ്, SS സന്തോഷ് കുമാർ, CPOമാരായ സതീഷ്, വിനീഷ് സുധീഷ്, അനീഷ് കുമാർ എന്നിവർ ചേർന്നാണ് പ്രതികളെ പിടികൂടിയത്. ചേർത്തല കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട മറ്റ് സ്ഥലങ്ങളിൽ ഇവർ മോഷണം നടത്തിയിട്ടുണ്ടോ എന്ന് അറിയുന്നതിനായി പ്രതികളെ കൂടുതൽ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ അന്വേഷണം നടത്തുന്നതിനുള്ള ശ്രമത്തിലാണ് പോലീസ്. ആലപ്പുഴ ജില്ലാ ലൈബ്രറി വികസന സമിതിയുടെ നേതൃത്വത്തിലുള്ള പുസ്തകോത്സവം മെയ് 22 മുതൽ 24 വരെ നടക്കും. ആലപ്പുഴ SD കോളേജിലാണ് പുസ്തകോത്സവം സംഘടിപ്പിച്ചിട്ടുള്ളതെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ആലപ്പുഴ ജില്ലാ ലൈബ്രറി വികസന സമിതിയുടെ നേതൃത്വത്തിലുള്ള ഈ വർഷത്തെ പുസ്തകോത്സവം ഗവൺമെൻറ് നേരത്തെ ഫണ്ട് തന്നതുകൊണ്ട് മെയ് മാസം 22, 23, 24 തീയതികളിലായി ആലപ്പുഴ SD കോളേജിൽ വെച്ച് നടക്കുകയാണ്. ആലപ്പുഴയുടെ ഒരു സാംസ്കാരിക ഉത്സവമാക്കിക്കൊണ്ടാണ് ഈ വർഷവും ഞങ്ങൾ അത് നടത്തുന്നത്. ഉദ്ഘാടന സമ്മേളനം, പുസ്തക പ്രകാശനം, കവിയരങ്ങ്, കഥയരങ്ങ്, അനുസ്മരണ സമ്മേളനം, അനുമോദന സമ്മേളനം. അനുസ്മരണ സമ്മേളനം എന്ന് പറയുന്നത് MT വാസുദേവൻ നഗറിലാണ് എന്ന പേരിലാണ് ഈ പുസ്തകോത്സവം നടക്കുന്നത്. അനുമോദന സമ്മേളനം എന്ന് പറയുമ്പോൾ 24-ാം തീയതി രാവിലെ 9 മണിക്ക് ബഹുമാനപ്പെട്ട ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ സജി ചെറിയാനാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ഞങ്ങൾ അനുമോദനം നൽകുന്നത് സംസ്ഥാന ലൈബ്രറി കൗൺസിലിൻ്റെ വായനാ മത്സരത്തിൽ ഈ ജില്ലയിൽ നിന്നാണ് ഹൈസ്കൂൾ വിഭാഗത്തിൽ കുട്ടികൾക്ക് 1ാം സ്ഥാനം കിട്ടിയതും മത്സരത്തിൽ അത് പറവൂർ പബ്ലിക് ലൈബ്രറിയിലെ അഭിനവ് എന്ന് പറയുന്ന കുട്ടിക്കാണ്. ആലപ്പുഴ ജില്ലാ ലൈബ്രറി വികസന സമിതിയുടെ ആഭിമുഖ്യത്തിൽ പുസ്തകോത്സവം വിപുലമായ സാംസ്കാരിക പരിപാടികളുടെ മെയ് മാസം 22 മുതൽ 24 വരെ ആലപ്പുഴ SD കോളേജിൽ MT വാസുദേവൻ നായർ നഗറിൽ സംഘടിപ്പിക്കുന്നു.
80-ലധികം പ്രസാധകരുടെ പുതിയ പുസ്തകങ്ങൾ വലിയ വിലക്കഴിവിൽ ഗ്രന്ഥശാലകൾക്കും വായനാപ്രേമികൾക്കും സ്വന്തമാക്കാം. 22-ന് രാവിലെ പുസ്തകോത്സവം എച്ച് MLA ഉദ്ഘാടനം ചെയ്യും. ജില്ലാ ലൈബ്രറി വികസന സമിതി ചെയർമാൻ അലിയാറാം മാക്കീൽ അധ്യക്ഷത വഹിക്കും. കവി കുരീപ്പുഴ ശ്രീകുമാർ മുഖ്യപ്രഭാഷണം നടത്തും. മുനിസിപ്പൽ ചെയർപേഴ്സൺ KK ജയമ്മ, ആലപ്പുഴ SD കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ KH പ്രേമ എന്നിവർ മുഖ്യാതിഥികളാവും. ആദ്യ വിൽപ്പന KSDP ചെയർമാൻ CB ചന്ദ്രബാബു നിർവഹിക്കും. ജില്ലാ ലൈബ്രറി വികസന സമിതി കൺവീനർ T തിലകരാജ്, വൈസ് പ്രസിഡന്റ് ദീപ്തി അജയ്കുമാർ, ജോയിന്റ് സെക്രട്ടറി അജയ് സുധീന്ദ്രൻ, സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ അംഗങ്ങളായ KK സുലൈമാൻ, S ആസാദ്, ഹരീന്ദ്രനാഥ്, S ഹരികൃഷ്ണൻ എന്നിവർ സംസാരിക്കും. 11:30 അലിയാറാം മാക്കിയിൽ എഴുതിയ പ്രിയ സദസ്സ കാലാവൃക്കികളും കളപ്പുരക്കയിൽ നിറയ്ക്കുന്നവരും എന്നീ കൃതിയുടെ 2ാം പതിപ്പിന്റെ പ്രകാശനം PK മെയ്ദിനി, വിശ്വൻ പടനിലം എന്നിവർ നിർവഹിക്കും. മാലൂർ ശ്രീധരൻ അധ്യക്ഷത വഹിക്കും. നാടക സംവിധായകൻ KM ധർമ്മൻ, സംഗീത സംവിധായകൻ ആലപ്പി ഋഷികേഷ്, കാതികൻ ഇടക്കൊച്ചി സെലിംകുമാർ തുടങ്ങിയവർ സംസാരിക്കും. ഉച്ചയ്ക്ക് 2 മണിക്ക് കവി സമ്മേളനം പ്രശസ്ത കവി K രാജഗോപാൽ നിർവഹിക്കും. മുഹമ്മദ് രവീന്ദ്രനാഥ് അധ്യക്ഷത വഹിക്കും. ജില്ലയിലെ പ്രശസ്തരായ കവിതകൾ അവതരിപ്പിക്കുന്നു. ഗോവി ബുധനൂർ എഴുതിയ പുസ്തകങ്ങളുടെ പ്രകാശനവും ഇതോടൊപ്പം നടക്കും. സംസ്ഥാന ലൈബ്രറി കൗൺസിൽ നാടക മത്സരത്തിൽ മികച്ച നടിയായി തിരഞ്ഞെടുത്ത മിനി ഹരിദാസിനെ മാലൂർ ശ്രീധരൻ ആദരിക്കും. CNL നമ്പി, KG മോഹനപിള്ള, രവി സിത്താര, CK രതികുമാർ തുടങ്ങിയവർ സംസാരിക്കുമെന്ന് സംഘാടകരായ സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് മെമ്പർ G കൃഷ്ണകുമാർ, ജില്ലാ പ്രസിഡന്റ് അലിയാറാം മാക്കിയിൽ, ജില്ലാ വൈസ് പ്രസിഡന്റ് ദീപ്തി അജയ്കുമാർ, സെക്രട്ടറി T തിലകരാജ്, ജോയിന്റ് സെക്രട്ടറി അജയ് സുധീന്ദ്രൻ, താലൂക്ക് സെക്രട്ടറി KV ഉത്തമൻ, സ്റ്റേറ്റ് കൗൺസിൽ മെമ്പർ KK സുലൈമാൻ, ജില്ലാ ഓഫീസർ ഷിമായസ് തുടങ്ങിയവർ ആലപ്പുഴയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ടൈം ന്യൂസ്, ആലപ്പുഴ. പ്രണയം നടിച്ച് യുവാവിനെ വിളിച്ചു വരുത്തി ആക്രമിച്ച ശേഷം ആഭരണവും മൊബൈൽ ഫോണും കവർന്ന കേസിലെ പ്രതികൾ പോലീസിൻ്റെ പിടിയിലായി. എഴുപുന്ന സ്വദേശി നിതിൻ, നിതിൻ്റെ ഭാര്യ അനാമിക, നിതിൻ്റെ സുഹൃത്ത് സുനിൽകുമാർ എന്നിവരെയാണ് കുത്തിയതോട് പോലീസ് പിടികൂടിയത്. പ്രണയം നടിച്ച് വിളിച്ചു വരുത്തി കവർച്ച നടത്തിയ പ്രതികൾ പോലീസ് പിടിയിൽ. ആശുപത്രിയിൽ വെച്ച് പരിചയപ്പെട്ട തൈക്കാട്ടുശ്ശേരി സ്വദേശിയുടെ 1.5 പവൻ തൂക്കം വരുന്ന സ്വർണ്ണമാലയും മൊബൈൽ ഫോണും കവർന്ന് കടന്നുകളഞ്ഞ പ്രതികൾ കുത്തിയതോട് പോലീസിന്റെ പിടിയിലായി. എരമല്ലൂർ എഴുപുന്ന ചാപ്രക്കളം വീട്ടിൽ നിതിൻ, നിതിന്റെ ഭാര്യ അനാമിക, നിതിന്റെ സുഹൃത്ത് സുനിൽകുമാറും ചേർന്നാണ് കവർച്ച നടത്തിയത്. എറണാകുളം ജനറൽ ആശുപത്രിയിൽ വെച്ച് പരിചയപ്പെട്ട തൈക്കാട്ടുശ്ശേരി സ്വദേശിയെ അനാമിക സ്നേഹം നടിച്ച 17-ാം തീയതി രാത്രി 8:30 മണിയോടെ ചമ്മനാട് അയ്യപ്പ ക്ഷേത്രത്തിന് സമീപം വിളിച്ചു വരുത്തി ദേഹോപദ്രവം ഏൽപ്പിച്ചിട്ടാണ് സ്വർണ്ണമാലയും മൊബൈൽ ഫോണും കവർന്നത്. പിറ്റേ ദിവസം തന്നെ സ്വർണ്ണമാല ചേർത്തലയിലെ ഒരു ജ്വല്ലറിയിൽ വിറ്റതായി പ്രതികൾ സമ്മതിച്ചു. പ്രതികൾ വിറ്റ സ്വർണ്ണമാല ചേർത്തലയിലെ ജ്വല്ലറിയിൽ നിന്നും മൊബൈൽ ഫോൺ പ്രതിയുടെ വീട്ടിൽ നിന്നും പോലീസ് പിന്നീട് കണ്ടെടുത്തു. കുത്തിയതോട് പോലീസ് ഇൻസ്പെക്ടർ അജയ് മോഹന്റെ നേതൃത്വത്തിൽ പോലീസ് സബ് ഇൻസ്പെക്ടർമാരായ രാജീവ്, സുനിൽ രാജ്, ബിജുമോൻ, സിവിൽ പോലീസ് ഓഫീസർമാരായ മനു, കലേഷ്, കിഷോർ ചന്ദ്, നിത്യ എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ടൈം ന്യൂസ്, ചേർത്തല. ചെങ്ങന്നൂരിൽ കഞ്ചാവ് വേട്ട. 3 കിലോ കഞ്ചാവുമായി യുവാവ് എക്സൈസിൻ്റെ പിടിയിലായി. ചെങ്ങന്നൂർ സ്വദേശി S സൂപ്പിയ ആണ് പിടിയിലായത്. കൊല്ലക്കടവ് സ്വദേശി സിബി മൻസലിൽ സൂപ്പിയയാണ് എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ V സജീവിൻ്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. കഞ്ചാവ് കേസുകളിൽ നേരത്തെയും ഇയാൾ പ്രതിയാണ്. ചെങ്ങന്നൂർ എക്സൈസ് റേഞ്ച് പാർട്ടിയും സർക്കിൾ പാർട്ടിയും എക്സൈസ് ഇൻ്റലിജൻസ് ബ്യൂറോയും റെയിൽവേ സംരക്ഷണ സേനയും ചേർന്ന് ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നടത്തിയ പരിശോധനയിലാണ് ഇയാൾ കഞ്ചാവുമായി പിടിയിലായത്. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ ജോഷി ജോൺ, K അനി, പ്രിവൻറ്റീവ് ഓഫീസർമാരായ G സന്തോഷ് കുമാർ, B സുനിൽകുമാർ, ബാബു ഡാനിയേൽ, അബ്ദുൾ റഫീഖ് തുടങ്ങിയവർ സംഘത്തിലുണ്ടായിരുന്നു. ടൈം ന്യൂസ്, ആലപ്പുഴ. പട്ടണക്കാട് തൈക്കാട്ടുശ്ശേരി ബ്ലോക്കുകൾക്കായി മൊബൈൽ വെറ്റിനറി യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ചു. യൂണിറ്റിൻ്റെ സേവനം ഇനി വീട്ടുപടിക്കൽ ലഭ്യമാകും. പട്ടണക്കാട് ബ്ലോക്ക് പഞ്ചായത്തിൽ നടന്ന ചടങ്ങിൽ ചേർത്തല MLAയും കൃഷിമന്ത്രിയുമായ P പ്രസാദ് യൂണിറ്റിൻ്റെ ഫ്ലാഗ് ഓഫ് കർമ്മം നിർവഹിച്ചു. പട്ടണക്കാട് തൈക്കാട്ടുശ്ശേരി ബ്ലോക്കുകൾക്ക് മൃഗസംരക്ഷണ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ അനുവദിച്ച മൊബൈൽ വെറ്റിനറി യൂണിറ്റ് കൃഷിമന്ത്രി P പ്രസാദ് ഫ്ലാഗ് ഓഫ് ചെയ്തു. പട്ടണക്കാട് ബ്ലോക്ക് പഞ്ചായത്തിൽ നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് മേരി ടെൽഷ്യ അധ്യക്ഷത വഹിച്ചു. മൃഗസംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് ബ്ലോക്ക് അടിസ്ഥാനത്തിൽ മൊബൈൽ വെറ്റിനറി യൂണിറ്റുകൾ നൽകുന്ന പദ്ധതിയുടെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. യൂണിറ്റുകൾക്ക് പുറമെ ജില്ലാ അടിസ്ഥാനത്തിൽ MSU സർജിക്കൽ യൂണിറ്റ് കൂടി ഇതോടൊപ്പം പ്രവർത്തിക്കുന്നുണ്ട്. വൈകുന്നേരം 6 മണി മുതൽ രാവിലെ 6 മണി വരെയാണ് മൊബൈൽ യൂണിറ്റിൻ്റെ പ്രവർത്തനം. ഇതിൽ ഒരു വെറ്റിനറി ഡോക്ടർ, ഒരു അറ്റൻഡന്റ് കം ഡ്രൈവർ എന്നിവരുമുണ്ടാകും. നിശ്ചിത നിരക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് കർഷകർക്ക് സേവനം ലഭ്യമാക്കുന്നത്. കന്നുകാലികൾക്ക് 450 രൂപ, അധികമുള്ള ഓരോ പശുവിനും 200 രൂപ, അരുമ മൃഗങ്ങൾക്ക് 950 രൂപ, ആടിന് 450 രൂപ, അധികമായി വരുന്ന ഓരോന്നിനും 100 രൂപ, 1000 കോഴികൾക്ക് 450 രൂപ എന്നിങ്ങനെയാണ് ചികിത്സാ ഫീസ്. കേന്ദ്രീകൃത കോൾ സെൻറ്റർ സംവിധാനത്തിലൂടെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന 1962 എന്ന ടോൾ ഫ്രീ നമ്പർ വഴി മൊബൈൽ വെറ്റിനറി യൂണിറ്റിൻ്റെ സേവനം കർഷകർക്ക് വീട്ടുപടിക്കൽ ലഭ്യമാകും. ചടങ്ങിൽ തൈക്കാട്ടുശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് BR രജിത ടീച്ചർ, വൈസ് പ്രസിഡന്റ്
ദീപ സജീവ്, പട്ടണക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആർ ജീവൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ അഡ്വക്കേറ്റ് രാഖി ആന്റണി, PG ജയകുമാർ, MG രാജേശ്വരി, TS ജാസ്മിൻ, ഓമന ബാനർജി, പട്ടണക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ ജയ പ്രതാപൻ, VK സാബു, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ AU അനീഷ്, ലത ശശിധരൻ, SV ബാബു, കുത്തിയതോട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഹസീന സാദിഖ്, കുത്തിയതോട് ഗ്രാമപഞ്ചായത്ത് വികസന സ്ഥിരം സമിതി അധ്യക്ഷ സിന്ധു ബിജു, ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അരുണ ദേവി, പട്ടണക്കാട് സീനിയർ വെറ്റിനറി സർജൻ രാജേഷ്, സെക്രട്ടറി ഇൻചാർജ് CA ജോസഫ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ടൈം ന്യൂസ് ചേർത്തല. അമ്പലപ്പുഴയിൽ 2ാം ഘട്ട അവധിക്കാല അധ്യാപക പരിശീലനത്തിന് തുടക്കമായി. 5 നാൾ നീളുന്ന പരിശീലനം H. സലാം MLA ഉദ്ഘാടനം ചെയ്തു. അമ്പലപ്പുഴയിൽ 2ാം ഘട്ട അവധിക്കാല അധ്യാപക പരിശീലനത്തിന് തുടക്കം. സമഗ്ര ശിക്ഷ കേരളം പൊതുവിദ്യാഭ്യാസവുമായി ചേർന്ന് നടത്തുന്ന 2ാം ഘട്ട അധ്യാപക പരിശീലനം H. സലാം MLA ഉദ്ഘാടനം ചെയ്തു. ഓരോ വർഷം മുന്നോട്ട് പോകുമ്പോഴും പഠിപ്പിക്കുമ്പോൾ അധ്യാപകർ കൂടി അപ്ഡേറ്റ് ആവുക എന്ന കാര്യം വളരെ പ്രധാനമാണ്. അത് ഏത് അധ്യാപകരാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അതിൻ്റെ അടിസ്ഥാന കാരണം നമ്മുടെ സമൂഹത്തിൽ ലോകത്താകെ നോക്കിയാൽ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു വിജ്ഞാനമാണ്. പുതിയ പുതിയ അറിവുകൾ നമ്മുടെ ലോകത്ത് വന്നുകൊണ്ടേയിരിക്കുന്നു, പുതിയ കണ്ടുപിടുത്തങ്ങൾ ഉണ്ടാകുന്നു. അങ്ങനെയെല്ലാം ഏറ്റവും വേഗതയിൽ വികസിക്കുന്ന ഒന്നാണ് അറിവിൻ്റെ വികാസം, അല്ലെങ്കിൽ വിജ്ഞാനത്തിൻ്റെ വളർച്ച എന്ന് പറയുന്നത്. നിങ്ങളെല്ലാം അധ്യാപകരാകാൻ യോഗ്യത നേടി അധ്യാപകരായവരാണ്. ആ സമയത്ത് നിങ്ങൾ പഠിച്ച അത്രയും അറിവ് കൊണ്ട് ഇന്നത്തെ കാലത്ത് കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റില്ല. 10 വർഷം മുമ്പ് ഒരാൾ അധ്യാപകനാകാൻ ഏറ്റവും മികച്ച യോഗ്യത നേടി ഗവൺമെൻറ് സ്കൂളാണ് PSC പരീക്ഷ എഴുതി ആ റാങ്കിൽ ഏറ്റവും മുന്നിൽ വന്ന് അങ്ങനെ ഏറ്റവും മെറിറ്റോടുകൂടി വന്ന അധ്യാപകരായിട്ടുള്ള ആളുകൾക്ക് അവരുടെ ആ തസ്തികയിൽ ജോലിക്ക് വേണ്ടി ഏറ്റവും മികച്ചവരാണ്. ആ ഏറ്റവും മികച്ച ആ കാലത്ത് അന്ന് നേടിയത് വെച്ചിട്ട് ഈ 2025-26 കുട്ടികളെ പഠിപ്പിക്കാൻ പ്രയാസം വരും. മാറിയ പുസ്തകങ്ങൾ പരിചയപ്പെടുത്താനും സൈബർ സുരക്ഷ, തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം, ലഹരിക്കെതിരായ പ്രതിരോധം, സമഗ്ര ഗുണമേന്മ പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ, ആരോഗ്യ കായിക വിദ്യാഭ്യാസം, ഉൾച്ചേർന്ന വിദ്യാഭ്യാസം എന്നീ വിഷയങ്ങൾക്ക് പ്രാധാന്യം കൊടുത്താണ് പരിശീലനം ഒരുക്കിയിട്ടുള്ളത്. നീർക്കുന്നം ഗവൺമെൻറ് STV UP സ്കൂൾ, തോട്ടപ്പള്ളി നാലുചിറ ഗവൺമെൻറ് HS, അമ്പലപ്പുഴ KK കുഞ്ഞുപിള്ള സ്മാരക ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിങ്ങനെ 3 കേന്ദ്രങ്ങളിലായി ഹിന്ദി, ബയോളജി, വർക്ക് എക്സ്പീരിയൻസ് വിഷയങ്ങളുടെ പരിശീലനമാണ് നടത്തുന്നത്. 5 ദിവസം നീളുന്ന പരിശീലനത്തിൽ അമ്പലപ്പുഴ ബ്ലോക്ക് പ്രോഗ്രാം കോർഡിനേറ്റർ B. അനിത അധ്യക്ഷയായി. പ്രഥമാധ്യാപകരായ A. നദീറ, BS സനു, CRC സ്മിത എന്നിവർ സംസാരിച്ചു. ടൈം ന്യൂസ് ആലപ്പുഴ. മാരാർകുളം ഗവൺമെൻറ് LP സ്കൂളിൽ വർണ്ണക്കൂടാരം സജ്ജമായി. സർവശിക്ഷാ അഭിയാൻ 10 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് വർണ്ണക്കൂടാരം സജ്ജമാക്കിയത്. സർവശിക്ഷ അഭിയാൻ 10 ലക്ഷം രൂപ വിനിയോഗിച്ച് നിർമ്മാണം പൂർത്തീകരിച്ച കളിയിടത്തിൽ പ്രകൃതി പഠനം, പുറം കളിയിടം, അകം കളിയിടം തുടങ്ങി 13 കളിയിടങ്ങളാണ് ഒരുക്കുന്നത്. മാരാർകുളം വടക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുദർശന ഭായ് ചടങ്ങിൽ അധ്യക്ഷയായി. പ്രഥമാധ്യാപിക ബീന TV സ്വാഗതം പറഞ്ഞു. ജില്ലാ കോർഡിനേറ്റർ MS വിനോദ് പദ്ധതി വിശദീകരിച്ചു. വൈസ് പ്രസിഡന്റ് CC ഷിബു, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ P. രത്നമ്മ, മാലൂർ ശ്രീധരൻ, ഷീബ, രജിത തുടങ്ങിയവർ സംസാരിച്ചു. ടൈം ന്യൂസ് മാരാർകുളം. യൂത്ത് കോൺഗ്രസിൻ്റെ കൊലവിളി മുദ്രാവാക്യത്തിൽ പ്രതിഷേധം SFI പ്രവർത്തകർ ചേർത്തല ബ്ലോക്ക് കോൺഗ്രസ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. SFI നേതാവായിരുന്ന ധീരജിനെ കുത്തികത്തി അറബിക്കടലിൽ എറിഞ്ഞിട്ടില്ല എന്ന യൂത്ത് കോൺഗ്രസ് കൊലവിളി മുദ്രാവാക്യത്തിനെതിരെ SFI പ്രവർത്തകർ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചു. ധീരജ് കൊലക്കേസിലെ ആസൂത്രണമാണ് കൊലവിളി മുദ്രാവാക്യത്തിലൂടെ വ്യക്തമാക്കുന്നതെന്ന് SFI ആരോപിക്കുന്നു. SFI ചേർത്തല ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചേർത്തല കോൺഗ്രസ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. SFI ആലപ്പുഴ ജില്ലാ കമ്മിറ്റി അംഗം ജയകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. KSUവിൻ്റെ യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു പ്രതിഷേധ പ്രകടനത്തിൽ SFIക്കെതിരെ ഒരു കൊലവിളി മുദ്രാവാക്യം മുഴക്കുകയാണ്. എന്തിനാണ് മുഴക്കുന്നത്? നമ്മളെല്ലാവരും SFIയുടെ രക്തസാക്ഷികളെല്ലാം നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നതാണ്. SFIയുടെ ഓരോ രക്തസാക്ഷികളെയും SFI മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അവരുടെ ഇന്നത്തെ SFIയുടെ പോരാട്ടങ്ങളെ എല്ലാത്തിനെയും അവരുടെ ചെയ്തുകൊണ്ടാണ്, ധൈര്യം കൊണ്ടാണ് നമ്മളെല്ലാവരും മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ രക്തസാക്ഷികളുടെ
ഈ എന്താ പറയുക രക്തസാക്ഷിത്വത്തിനെ അപമാനിക്കുന്ന രൂപത്തിലേക്ക് കേസ് പോയിരിക്കുന്നത്. കാരണം അവർ ഈ കഴിഞ്ഞ ദിവസം നടത്തിയ പ്രതിഷേധ യോഗത്തിൽ അവർ പറയുന്ന ഒരു കാര്യമുണ്ട്. ധീരജിനെ കൊന്ന കത്തി അറബിക്കടലിൽ എറിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ആ കത്തി ഉപയോഗിച്ചുകൊണ്ട് ഇന്ന് SFIയുടെയും ഇടതുപക്ഷ സംഘടനയുടെ ഭാഗമായിട്ട് നിൽക്കുന്നവരെ കൊന്നു തീർക്കാൻ ഇന്നും കേസുവിൻ്റെ കയ്യിൽ ആ കത്തി ഉണ്ട് എന്നാണ് അവർ പറഞ്ഞ് സൂചിപ്പിച്ചു വെക്കുന്നത്. പക്ഷേ ആലപ്പുഴയിൽ SFIക്ക് ഒരു കാര്യമേ പറഞ്ഞു വെക്കാനുള്ളൂ. ഇന്ന് SFI ആലപ്പുഴയിൽ ഇങ്ങനെ ഈ രീതി നിൽക്കുന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ ഒരുപാട് വെല്ലുവിളികൾ നേരിട്ടുകൊണ്ട് തന്നെയാണ് നിന്നിരിക്കുന്നത്. ചേർത്തലയിൽ ഉൾപ്പെടെ KSUക്കാർ പല രീതിയിൽ സംഘർഷം ഉണ്ടാക്കാൻ വന്നപ്പോൾ പോലും SFI ആ രീതിയിൽ ഇന്ന് സംഘർഷം ഉണ്ടാക്കുമ്പോൾ സംഘർഷത്തിന് പോയല്ലേ എന്ന് പ്രതിരോധിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. SFIയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന സഹാക്കളെ സംരക്ഷിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇനിയും KSUക്കാരിൽ നിന്നും ആ രീതിയിലുള്ള പ്രവർത്തനമാണ് മുമ്പോട്ട് വരുന്നെങ്കിൽ SFI ചേർത്തല ഏരിയ കമ്മിറ്റിയും ആലപ്പുഴ ജില്ലാ കമ്മിറ്റിക്കും ഒന്നേ പറയാനുള്ളൂ, ഇങ്ങനാണോ ഇങ്ങോട്ട് തരുന്നത് അതേപോലെ തന്നെ ആയിരിക്കും തിരിച്ചും ചെയ്യാൻ വേണ്ടി പോകുന്നത്. ചേർത്തല ഏരിയ പ്രസിഡന്റ് അനുഗ്രഹ, ഏരിയ സെക്രട്ടറി അഭിഷേക്, ടൗൺ വെസ്റ്റ് ലോക്കൽ സെക്രട്ടറി വിഷ്ണു തുടങ്ങിയവർ സംസാരിച്ചു. ടൈം ന്യൂസ് ചേർത്തല. ആലപ്പുഴ കൈതവന ജംഗ്ഷനിൽ സിഗ്നൽ ലൈറ്റ് സ്ഥാപിച്ചു. വാഹനാപകടങ്ങൾ വർദ്ധിച്ചു വരുന്ന പശ്ചാത്തലത്തിലാണ് സിഗ്നൽ ലൈറ്റ് സ്ഥാപിച്ചത്. പൊതുമരാമത്ത് വകുപ്പിൻ്റെ 16 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് സിഗ്നൽ ലൈറ്റ് സ്ഥാപിച്ചത്. കളർകോട് ചങ്ങനാശ്ശേരി മുക്കിന് കിഴക്ക് കൈതവന ജംഗ്ഷനിലാണ് സിഗ്നൽ ലൈറ്റുകൾ മെഴിതുറന്നത്. ചെറുതും വലുതുമായ അപകടങ്ങൾ നിത്യസംഭവമാകുകയും കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഇവിടെ 2 മരണങ്ങൾ ഉണ്ടാവുകയും ചെയ്തിരുന്നു. മാസങ്ങൾക്കുള്ളിൽ ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിൻ്റെ പുനർനിർമ്മാണം പൂർത്തിയാകുന്നതോടെ വാഹനത്തിരക്ക് 10 മടങ്ങായി വർദ്ധിക്കുമ്പോൾ ജംഗ്ഷൻ അപകടക്കെണിയായി മാറാനുള്ള സാധ്യതയും ഏറെയാണ്. ഇത് മുൻകൂട്ടി കണ്ട് ജംഗ്ഷൻ അപകടരഹിതമാക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്ന് കാട്ടി H. സലാം MLA പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിന് കത്ത് നൽകിയിരുന്നു. തുടർന്ന് പൊതുമരാമത്ത് വകുപ്പ് 16 ലക്ഷം രൂപ സിഗ്നൽ ലൈറ്റ് സ്ഥാപിക്കാൻ അനുവദിക്കുകയായിരുന്നു. ഊരാളുങ്കൽ ലേബൽ കോൺട്രാക്ട് സൊസൈറ്റി കരാർ ഏറ്റെടുത്ത പ്രവൃത്തി കേരള സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് പ്രോജക്റ്റിൻ്റെ മേൽനോട്ടത്തിൽ സർക്കാരിൻ്റെ നോഡൽ ഏജൻസിയായ കെൽട്രോണാണ് പൂർത്തിയാക്കിയത്. H. സലാം MLA സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. CPM കളർകോട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി J. വിനോദ് കുമാർ, OP ഷാജി, M. മനോജ്, MS. അരുൺ, ചിത്ര കുമാർ, G. പ്രസന്നൻ, ഊരാളുങ്കൽ കെൽട്രോൺ KSTP പ്രതിനിധികൾ ചടങ്ങിൽ പങ്കെടുത്തു. ടൈം ന്യൂസ് ആലപ്പുഴ. ആലപ്പുഴ നഗരസഭ കറുകയിൽ വാർഡിൽ ആധുനിക സൗകര്യങ്ങളോടെ നഗര പ്രാഥമികാരോഗ്യ കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചു. ആലപ്പുഴ നഗരത്തിലെ 9ാമത്തെ നഗര പ്രാഥമികാരോഗ്യ കേന്ദ്രം PP ചിത്തരഞ്ജൻ MLA ഉദ്ഘാടനം ചെയ്തു. ഒരു വാർഡിൽ ഒരു നാടിൻ്റെ പരിച്ഛേദം അതണിനിരുന്നിട്ടുള്ള ആദ്യത്തെ പരിപാടിയാണ് ഇതെന്നുള്ള കാര്യം ഞാൻ സന്തോഷത്തോടെ പറയാനാഗ്രഹിക്കുന്നു. പ്രാഥമിക ചികിത്സയ്ക്കും രോഗപ്രതിരോധത്തിനും അടിസ്ഥാന ആരോഗ്യ സംരക്ഷണത്തിനും നഗരത്തിൽ കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കുന്നതിൻ്റെ ഭാഗമായി ആരംഭിച്ച ജനകീയ ആരോഗ്യ കേന്ദ്രത്തിൽ ജനറൽ OP, ലബോറട്ടറി, ജീവിതശൈലി രോഗനിർണയം, ഗർഭിണികളുടെയും കുട്ടികളുടെയും ആരോഗ്യ പരിചരണം എന്നീ ക്ലിനിക്കൽ സേവനങ്ങൾ സജ്ജമാണ്. രോഗവിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ സ്പെഷ്യലൈസ്ഡ് ഡോക്ടർമാരുമായി ടെലികമ്മ്യൂണിക്കേഷൻ സൗകര്യം, ഗുരുതര രോഗങ്ങൾ മുൻകൂട്ടി കണ്ടുപിടിച്ച് തുടർ ചികിത്സാ നിർദ്ദേശങ്ങളും റഫറൽ സേവനങ്ങളും ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട്. ഗർഭകാല പരിചരണം സുഗമമായി നടപ്പാക്കാൻ ഗവൺമെൻറ് ആവിഷ്കരിച്ചിട്ടുള്ള വിവിധ സേവനങ്ങളും ആരോഗ്യ കേന്ദ്രത്തിലൂടെ ലഭിക്കും. ഉച്ചയ്ക്ക് 1 മണി മുതൽ വൈകിട്ട് 7 മണി വരെ OP സമയം ക്രമീകരിച്ചിട്ടുണ്ട്. ഒരു ഡോക്ടർ, സ്റ്റാഫ് നഴ്സ്, സപ്പോർട്ടിംഗ് സ്റ്റാഫ്, ഫാർമസിസ്റ്റ്, ആരോഗ്യ പ്രവർത്തകർ, ആശാ വർക്കർ എന്നിവരെയാണ് പ്രാഥമിക ഘട്ടത്തിൽ സജ്ജമാക്കിയിട്ടുള്ളത്. മുനിസിപ്പൽ വൈസ് ചെയർമാൻ PSM ഹുസൈൻ സ്വാഗതം പറഞ്ഞു. ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷ AS കവിത മുഖ്യപ്രഭാഷണം നടത്തി. ആലപ്പുഴ DYSP MR മധുബാബു ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. സ്ഥിരം സമിതി അധ്യക്ഷരായ നസീർ പുന്നക്കൽ, MG സതീദേവി, R. വിനിത, കക്ഷി നേതാക്കളായ DP മധു, P. രതീഷ്, കൗൺസിലർമാരായ C. അരവിന്ദാക്ഷൻ, അജേഷ്, ഗോപിക വിജയപ്രസാദ്, ഹെലൻ ഫെർണാണ്ടസ്, ക്ലാരമ്മ പീറ്റർ, രമ്യ സുർജിത്ത്, ആരോഗ്യകേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഫാത്തിമ, ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ലാറ, ശ്യാംകുമാർ, NHM കോർഡിനേറ്റർ പ്രവീണ തുടങ്ങിയവർ സംസാരിച്ചു. കറുകയിൽ വാർഡ് കൗൺസിലറും പൊതുമരാമത്ത് സ്ഥിരം സമിതി അധ്യക്ഷനുമായ MR പ്രേം നന്ദി പറഞ്ഞു. വാർഡിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ ആദരിച്ചു. ടൈം ന്യൂസ് ആലപ്പുഴ. ചേർത്തല നഗരസഭയിലും പരിസര പ്രദേശങ്ങളിലും വർദ്ധിച്ചു വരുന്ന തെരുവ് നായ ശല്യം പരിഹരിക്കാൻ നടപടി വേണമെന്ന് ചേർത്തല ചൈതന്യ റെസിഡൻസ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു. പ്രഭാത നടത്തത്തിനായി പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത സ്ഥിതിയാണെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. തീർച്ചയായിട്ടും റെസിഡൻസ് അസോസിയേഷനുകളെല്ലാം അതുമായി ബന്ധപ്പെട്ട് ക്യാമറകളെല്ലാം സ്ഥാപിച്ചിട്ടുണ്ട്. മുനിസിപ്പാലിറ്റി കൂടി സ്ഥാപിച്ചുകൊണ്ട് ഇങ്ങനെ തള്ളുന്ന മാലിന്യങ്ങൾ അതിനകത്തുള്ള ഭക്ഷണങ്ങൾ കഴിക്കാനാണ് ഈ പട്ടികൾ കൂടുതലും
നടക്കുന്നത്. അപ്പോൾ ഈ തെരുവ് നായ്ക്കൾ ആ രീതിയിലുള്ള ഷട്ടർ സംവിധാനം, ഡോക്ടർ പറഞ്ഞ ഷട്ടർ സംവിധാനം ചേർത്തല മുനിസിപ്പാലിറ്റി നടപ്പാക്കുകയാണെങ്കിൽ തെരുവ് നായ്ക്കളെല്ലാം ആ ഷട്ടറിലേക്ക് കൊണ്ട് അവിടെ വളർത്തുവാനും മൃഗസ്നേഹികൾക്ക് അവിടെ കൊണ്ട് ഭക്ഷണം കൊടുക്കുവാനും സാധിക്കും. ഈ രാവിലെ സമയങ്ങളിൽ ഇവിടെ പ്രഭാത സവാരിക്ക് നടക്കുന്ന പലർക്കും നടക്കുവാൻ ചേർത്തല നഗരസഭയിൽ വളരെയധികം ബുദ്ധിമുട്ടാണ്. സ്കൂൾ കുട്ടികൾക്ക്, ക്ഷേത്രത്തിൽ പോകുന്നവർക്ക്, പള്ളികളിൽ പോകുന്നവർക്ക് ആർക്കും രാവിലെ ചേർത്തല നഗരത്തിൽ നടക്കാൻ പറ്റുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം പത്രക്കാരിൽ നിങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കണം. നഗരസഭയുടെ കണ്ണു തുറക്കണം. നഗരസഭ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പ്രവർത്തനം മുന്നോട്ട് നീങ്ങിയില്ലെങ്കിൽ ഇത് പ്രത്യക്ഷ സമരത്തേക്ക് റെസിഡൻസ് അസോസിയേഷൻ്റെ ജില്ലാ കോർവ കമ്മിറ്റിയുടെ അനുവാദത്തോടെയാണ് ഈ പത്രസമ്മേളനം നടത്തുന്നത്. ആലപ്പുഴ ജില്ലയിൽ 170ഓളം റെസിഡൻസ് അസോസിയേഷനുള്ള സംഘടനയാണ് കോർവ. ആ കോർവയുടെ നേതൃത്വത്തിൽ പ്രത്യക്ഷ സമരത്തിലേക്ക് മുനിസിപ്പാലിറ്റിയിലേക്ക് അസോസിയേഷനുകൾ നീങ്ങേണ്ടി വരുമെന്ന് ഒരു മുന്നറിയിപ്പ് കൂടി ഞങ്ങൾ ഈ അവസരത്തിൽ തരികയാണ്. മുനിസിപ്പാലിറ്റിയുടെ പ്രദേശത്ത് പല ഭാഗങ്ങളിലും നെടുമ്പ്രക്കാടും അതുപോലെ എക്സ്റേ ആ ഭാഗത്തും ഒഴിഞ്ഞ സ്ഥലങ്ങളുണ്ട്. അവിടെ കൊണ്ടുപോയി ഇതിനെ ഈ മൃഗസംരക്ഷണ വകുപ്പിൽ നിന്ന് റിട്ടയറായ ഉദ്യോഗസ്ഥന്മാർക്ക് അവരെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഇതിനെ അനുനയിപ്പിക്കാനുള്ള പഠനമൊക്കെ അവർ പഠിക്കുന്ന കാലത്ത് തന്നെ അവർക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവരുമായിട്ട് ബന്ധപ്പെട്ട് അവരുമായിട്ട് ആലോചിച്ചും ഇതിനെ എങ്ങനെങ്കിലും നമുക്ക് പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്തക്ക രീതിയിൽ അവരെ ഏകോപിപ്പിക്കാനുള്ളൊരു ശ്രമം മുനിസിപ്പാലിറ്റിയുടെയും മന്ത്രിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഈ പേവിഷബാധ ഇപ്പോൾ അടുത്ത കാലത്ത് നമുക്കറിയാം, ഇവിടെ മെഡിക്കൽ കോളേജുകളിലൊക്കെ ചികിത്സിച്ചിട്ട് 1-2 കുട്ടികൾ കോഴിക്കോട് മരിച്ചിരിക്കുന്നു. അപ്പോൾ അവർക്ക് ധനസഹായം കൊടുക്കാനായിട്ട് സംസ്ഥാന സർക്കാർ തീർച്ചയായിട്ടും എന്തെങ്കിലും കാര്യമായിട്ട് ചെയ്യണം. ചേർത്തല നഗരസഭയിലും സമീപ പ്രദേശങ്ങളിലും തെരുവുനായ ആക്രമണം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ പ്രഭാത സവാരിക്ക് ജനങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാണ്. നായ്ക്കളെ വളർത്താൻ താങ്ങാവുന്ന നിരക്കിൽ ലൈസൻസ് ഏർപ്പെടുത്തുക, ബ്ലോക്ക് തലത്തിൽ ആനിമൽ ബർത്ത് കൺട്രോൾ യൂണിറ്റുകൾ ആരംഭിക്കുക, റിട്ടയർ ചെയ്ത മൃഗസംരക്ഷണ വകുപ്പ് ഉദ്യോഗസ്ഥരെ അതിനായി പരമാവധി അവരുടെ കഴിവുകൾ ഉപയോഗിക്കുക, വളർത്തുനായകൾക്കും തെരുവ് നായകൾക്കും വർഷാവർഷം പ്രതിരോധ കുത്തിവയ്പ് നൽകുക, അലഞ്ഞുതിരിഞ്ഞ് നടക്കുന്ന നായ്ക്കളുടെയും ഉടമസ്ഥർ ഉപേക്ഷിക്കുന്ന നായ്ക്കളെയും സംരക്ഷിക്കുവാൻ മുനിസിപ്പൽ പഞ്ചായത്ത് തലങ്ങളിൽ ഷെൽട്ടറുകൾ സ്ഥാപിക്കുക, പേരോഗബാധ സംശയിക്കുന്ന നായ്ക്കളെ ദയാവധം നടത്തുവാൻ നിയമങ്ങളിൽ ഭേദഗതി വരുത്തുക, റോഡരികിൽ മാലിന്യങ്ങൾ ഉപേക്ഷിക്കുന്നത് കർശനമായും നിരോധിക്കുക, നിരീക്ഷിക്കുവാൻ ക്യാമറകൾ സ്ഥാപിക്കുക, പേവിഷ പ്രതിരോധ വാക്സിന്റെ ഗുണനിലവാരം എടുത്ത് പരിശോധിച്ച് ഉറപ്പുവരുത്തുക, സപ്ലൈ മുതൽ ഉപയോഗം വരെ ഇത് ശരിയായ ഊഷ്മാവിലാണ് പ്രവർത്തിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുക, മുനിസിപ്പൽ പഞ്ചായത്ത് തലങ്ങളിൽ പേവിഷബാധയെപ്പറ്റിയും പ്രതിരോധ നടപടികളെപ്പറ്റിയും ബോധവൽക്കരണ ക്ലാസുകൾ നടത്തുക തുടങ്ങിയ വിവിധങ്ങളായ തെരുവുനായ ആക്രമണത്തിന് ശാശ്വത പരിഹാരം കാണുക തുടങ്ങിയ കാര്യങ്ങൾ അധികാരികൾ ഉറപ്പു നൽകണമെന്നും അധികാരികൾ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ പ്രത്യക്ഷ സമരവുമായി മുന്നോട്ടിറങ്ങുവാനാണ് ചൈതന്യ റെസിഡൻസ് അസോസിയേഷൻ തീരുമാനമെടുത്തിട്ടുള്ളതെന്നും റെസിഡൻസ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ ട്രഷറർ കെ എബിമോൻ, ചൈതന്യ റെസിഡൻസ് അസോസിയേഷൻ സെക്രട്ടറി സദാനന്ദ റാവു, രക്ഷാധികാരി ഡോക്ടർ എബ്രഹാം നെയ്യാരപ്പള്ളി തുടങ്ങിയവർ ചേർത്തലയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ടൈം ന്യൂസ്, ചേർത്തല. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങളാണ് സർക്കാർ നടത്തിവരുന്നതെന്ന് മന്ത്രി സജി ചെറിയാൻ. കേരളത്തിന്റെ ചരിത്രത്തിൽ ഇത്രയേറെ വികസന പ്രവർത്തനങ്ങൾ നടത്തിയ മറ്റൊരു സർക്കാർ ഉണ്ടായിട്ടില്ലെന്നും സജി ചെറിയാൻ. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികം UDF കരിദിനം ആചരിച്ചു. ദിനാചരണത്തിന്റെ ഭാഗമായി വിവിധ സ്ഥലങ്ങളിൽ പ്രകടനവും സമ്മേളനവും നടത്തി. സംസ്ഥാന സർക്കാരിന്റെ വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായ മൈക്രോ തൊഴിൽ മേള മെയ് 31 ചേർത്തലയിൽ. തൊഴിൽ മേളയുടെ നടത്തിപ്പിനായി സംഘാടക സമിതി രൂപീകരിച്ചു. വിജ്ഞാന കേരളം പദ്ധതിയുടെ മുഖ്യ ഉപദേഷ്ടാവ് ഡോക്ടർ തോമസ് ഐസക്കിന്റെ സാന്നിധ്യത്തിലായിരുന്നു സംഘാടക സമിതി രൂപീകരിച്ചത്. തീരദേശ ഹൈവേ സ്ഥലമെടുപ്പിൽ മത്സ്യമേഖലയ്ക്ക് പ്രത്യേക പരിഗണന നൽകുമെന്ന് നിയമസഭാ സമിതി. വേമ്പനാട്ട് കായൽ പാക്കേജ് നടപ്പാക്കാനും തീരുമാനം. ജില്ലയിലെ വിവിധ മത്സ്യമേഖലയിലും സമിതി സന്ദർശനം നടത്തി. ആലപ്പുഴ എടത്വയിൽ വാഹനാപകടം. മീൻ കയറ്റി വന്ന ടെമ്പോ ഇടിച്ച് സ്കൂട്ടർ യാത്രക്കാരനായ യുവാവിന് ദാരുണാന്ത്യം. എടത്വ സ്വദേശി 19 വയസ്സുള്ള രോഹിത് സജീവാണ് മരിച്ചത്. പ്രണയം നടിച്ചു വിളിച്ചു വരുത്തിയ ശേഷം യുവാവിനെ ആക്രമിച്ച് കവർച്ച നടത്തിയ കേസിൽ പ്രതികൾ പോലീസ് പിടിയിലായി. എഴുപുന സ്വദേശി നിതിൻ്റെ ഭാര്യ അനാമിക, നിതിൻ്റെ സുഹൃത്ത് സുനിൽകുമാർ എന്നിവരാണ് കുത്തിയതോട് പോലീസിൻ്റെ പിടിയിലായത്. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകും. നമസ്കാരം.